ആളുകളും ചോദിക്കുന്ന ഒരു സംശയമാണ്, ചേട്ടാ ഇംഗ്ലീഷ് എനിക്ക് വായിക്കാനായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റും, വായിച്ച് പഠിക്കാനായിട്ട് സാധിക്കുന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. ഇംഗ്ലീഷ് വായിക്കാൻ തുടക്കക്കാരായിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ഇത് വളരെ തുടക്കത്തിലുള്ള അല്ലെങ്കിൽ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രം വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള 1-2 കാരണങ്ങളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പറയട്ടെ, നമ്മൾ ഇത്തരത്തിൽ എനിക്ക് അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വായിക്കുക, ഇംഗ്ലീഷ് വായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ എടുക്കും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇംഗ്ലീഷ് സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ABCD പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അത്യാവശ്യം നമ്മളൊരു 10ാം ക്ലാസ് വരെ +2 വരെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കാണാപ്പാഠം പഠിച്ച് പലപ്പോഴും എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഇംഗ്ലീഷ് പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പല വാക്കുകളും വായിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പല വാക്കുകളും വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാവുന്നില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിൽ പലരും നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള 1-2 കാര്യങ്ങളാണ് നമ്മളത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വാക്കിനും 2 തരത്തിലുള്ള ശബ്ദങ്ങളുണ്ട്. ശബ്ദങ്ങളോ, ഇംഗ്ലീഷ് വായിക്കുന്നതും ശബ്ദങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ശബ്ദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ എന്ന് പറഞ്ഞൊരു അക്ഷരം എടുക്കുക, ലെറ്റർ എടുക്കുക കേട്ടോ. ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കും, എന്ത് വായിക്കും, ഐ അല്ലേ. ഐയുടെ സൗണ്ടാണ് ഐ. ഇത് ആ ലെറ്ററിന്റെ സൗണ്ടാണ് ഐ. ഈ ലെറ്റർ ഒരു വാക്കിലേക്ക് വരുമ്പോൾ അതിന്റെ സൗണ്ട് പലപ്പോഴും ഐ അല്ല, ഐയും വരുന്നുണ്ട്, പലപ്പോഴും ഐ അല്ലാത്തൊരു സൗണ്ടും വരുന്നുണ്ട്. ഈ ഐ അല്ലാത്ത സൗണ്ട് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക് വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റി വായിക്കും, അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റാതെ വരും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അവിടെ ഐ തന്നെ സൗണ്ട് വന്നു, ഐ ആം തന്നെ വന്നു. നേരെ മറിച്ച് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഇന്ത്യയുടെ സ്പെല്ലിംഗ് ഇങ്ങനെ എഴുതാം, INDIA അല്ലെ. ഇന്ത്യയുടെ സ്പെല്ലിംഗ് തുടങ്ങുന്നത് ഐയിലാണ്. പക്ഷെ ഐ എന്ന് പറയുന്ന ഒരു സൗണ്ട് അവിടെ ഉണ്ടോ? ഇല്ല. എന്ന് പറയുന്ന ഒരു സൗണ്ടിന് പകരം അവിടെയുള്ള സൗണ്ടാണ് ഇന്ത്യ, ഇ. അപ്പൊ ഐ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ സൗണ്ട് ഇ എന്നാണ്. മനസ്സിലായില്ലേ? ഇഗ്ലു, IG എന്നാണ് തുടക്കം വരുന്നത്, അല്ലാണ്ട് EG എന്നല്ല. ഇഗ്ലു എന്ന് പറയുമ്പോ ഇഗ്ലു. അതുപോലെ തന്നെ ഇൻസെക്ട്, നമ്മൾ ഈ പ്രാണികളെന്നൊക്കെ പറയില്ലേ, ഇൻസെക്ട് അല്ലാണ്ട് ഇൻസെക്ട് എന്നല്ല പറയുന്നത്, ഇൻസെക്ട്. അപ്പോഴും ഐ ആണ് ലെറ്റർ തുടങ്ങുന്നത്, പക്ഷെ വായിക്കുമ്പോൾ നമ്മൾ ഇൻസെക്ട് എന്നാണ് വായിക്കുക. ഇനി അടുത്തൊരുത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി കിട്ടുന്ന ഒരു സംഭവമാണ് ഇഞ്ചക്ഷന്റെ സ്പെല്ലിങ് ഐയിലാണ് തുടങ്ങുന്നത്, പക്ഷെ സൗണ്ട് വരുന്നത് ഇയിലാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഓരോ സൗണ്ടിനും A to Z, അപ്പൊ ABCD കംപ്ലീറ്റ് വരുന്ന എല്ലാ സൗണ്ടിനും എല്ലാ വാക്കുകൾക്കും ആ വാക്കിൻ്റെതായ ഒരു സൗണ്ടും ഉണ്ട്. ഒരു വാചകത്തിൽ അല്ലെങ്കിൽ ഒരു വാക്കിലേക്ക് വരുമ്പോൾ അതിന് വേറൊരു സൗണ്ടും ഉണ്ട്. ഈ ഒരു സൗണ്ടുകൾ നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വായിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകും. ഇപ്പം നമ്മൾ IRAQ എന്ന് എഴുതിയിട്ടുണ്ട്, ഐറാഖ് എന്ന് വായിക്കും നമ്മൾ. ഐറാഖ് എന്നല്ല, ശരിക്കും അത് ഇറാഖ് എന്നാണ് നമ്മൾ വായിക്കുക അല്ലേ. അപ്പം നമ്മൾക്കത് വായിക്കുമ്പോഴോ നമ്മൾ എന്തുകൊണ്ട് വായിക്കാൻ കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ നേരത്തെ എഴുതിയത് ഇഗ്ലു എന്ന് വായിച്ചാലും ഐഗ്ലു നമ്മൾ വായിക്കും. മനസ്സിലായില്ലേ? പണ്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ബജാജ് പൾസർ എന്ന് പറഞ്ഞ ഒരു വണ്ടി ഇറങ്ങിയ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ബജാജിന്റെ ഒരു പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ ചോദിച്ചു, ഏതാ വണ്ടി? പുൾസാർ, PULSAR. അവനെ കുറ്റം പറയാൻ പറ്റില്ല. പുൾസാർന്ന് വായിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അതിന്റെ പേര് പൾസർ എന്നായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾക്ക് ഓരോ സൗണ്ടിനും അല്ലെങ്കിൽ ഓരോ വാക്കിനുള്ള പ്രത്യേക സൗണ്ട് ഏതാണെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വാക്കുകൾ വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വായിക്കാൻ കിട്ടാത്ത ആളുകൾക്കുള്ള ഒരു ഓപ്ഷൻ തിരിഞ്ഞു കിട്ടിയില്ലേ, എന്തുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ കിട്ടാത്തത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റ് എന്താ പറയാ, ഐ എന്ന് പറഞ്ഞ വാക്കിന്റെ സൗണ്ട് എന്താണെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ അത് മാത്രം പഠിപ്പിക്കുന്ന 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ മാത്രം ദൈർഘ്യമുള്ള വീഡിയോകളുണ്ട്. അപ്പോൾ അത് A to Z നമ്മൾ എല്ലാ വാക്കിൻ്റെയും ഈ ഒരു സൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു സംഭവമാണ് സൈറ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. സൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് എല്ലാ പാരഗ്രാഫിലും എല്ലാ ബുക്കുകളിലും കാണുന്ന കോമൺ ആയിട്ടുള്ള കുറേ വാക്കുകൾ തന്നെയാണ് സൈറ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്താ പറയാ, ഒരു സൗണ്ട് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഒന്നും സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ചൊന്നും ഇത് മാറൂല. വളരെ കോമൺ ആയിട്ട് ഫിക്സ് ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള സൗണ്ടുകൾ തന്നെയാണ് നമ്മൾ
അല്ലെങ്കിൽ ആ വേർഡ്സുകളാണ് നമ്മൾ സൈറ്റ് വേർഡ്സ് എന്ന് പറയാം. ഈ വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാൽ അത് ഏത് സിറ്റുവേഷനിൽ വന്നാലും അത് വായിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുക. ഇനി സൈറ്റ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ഒരു സൈറ്റ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സൈറ്റ് വേർഡ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അത് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 4-5 പേരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പം ഇംഗ്ലീഷ് വായിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് വായിക്കാൻ പറ്റാത്തതെന്നും അല്ലെങ്കിൽ വായിക്കാൻ എങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കട്ടോ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.